കൊച്ചി രാജാവെന്ന് കേൾക്കുമ്പോൾ ശക്തൻ തമ്പുരാനെയും പരീക്ഷിത്ത് തമ്പുരാനെയൊക്കെ ഓർമ്മ വരും. കൊച്ചിയിൽ പക്ഷേ തോമസും രാജാവായിരുന്നു. കെ വി തോമസിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. വേറൊരു തോമസ് രാജാവ് ഉണ്ടായിരുന്നോ കൊച്ചിയിൽ? ഉണ്ടായിരുന്നു. 1400 മുതൽ 1460 വരെ. ആദ്യം ചേന്നമംഗലത്ത്, പിന്നെ ഉദയംപേരൂർ ആസ്ഥാനമായും, അതായത് കൊച്ചി രാജാവിൻ്റെ സാമന്ത രാജാവായിട്ട് ആ പ്രദേശങ്ങൾ വാണിരുന്ന ഒരു തോമസ് രാജാവിനെ പറ്റി ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഞാൻ ആദ്യം കേൾക്കുക. എന്നാൽ പിന്നെ ആ കഥ ഇന്ന് കഥയമാവേൽ പറഞ്ഞാലോ നമുക്ക്? അങ്ങനെ പറയാം. ഈ നേരത്തെ സുനിൽ ഈ കൊച്ചി രാജാവിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ഈ പോർച്ചുഗീസ് ഭരണകാലത്ത് പോർച്ചുഗീസുകാരുടെയൊക്കെ ഒരു സാമന്തനെ പോലെയാണല്ലോ കൊച്ചി രാജാവ് കഴിയുന്നത്. ആ സമയത്ത് ഈ സിംഹാസനത്തിലെ ഏറ്റവും പുറകിൽ മുകളിലായിട്ട് കുരിശുണ്ടായിരുന്നു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. കാരണം ഒരു അടിമയെ പോലെയാണല്ലോ, അതും കൂടി ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ രാജാക്കന്മാർ ഉണ്ടായിരുന്നത്. അപ്പോൾ വില്ലാർ വട്ടം പാണസ്വരൂപം എന്നാണ് ആ രാജവംശത്തിൻ്റെ പേരായിട്ട് പറയുന്നത്. വില്ലാർ വട്ടം കൊടുങ്ങല്ലൂരിലെ ചേന്നമംഗലത്ത് ആദ്യം, പിന്നീട് ഉദയംപേരൂര്. അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി. അതിന് കഥയുണ്ട്. തോമസ് വലിയ രാജ എന്നാണ് പറഞ്ഞിരുന്നത്. ഇവിടെ തോമാശ്ലീഹ AD 52 വന്നു എന്നൊക്കെ പറയുന്നത് ശരിയല്ല എന്നുള്ളത് വില്യം ഡാൽറിംബിൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. മൈലാപ്പൂരിലുള്ളത് തോമാശ്ലീഹയുടെ കല്ലറയൊന്നുമല്ല, ഒരു ബർത്തലോമിയോ വന്നതായിട്ട് തോന്നുന്നു. അപ്പോൾ മറ്റേ നേരത്തെ ജോസഫ് റബ്ബാൻ എന്ന് പറഞ്ഞ ഈ ജൂത പുരോഹിതന് ഇവിടെ സ്ഥലമൊക്കെ കൊടുത്തിട്ടുണ്ട്. ചേരരാജാവ് ഭാസ്കരവർമ്മ. അല്ലാതെ ഉള്ള അത് AD 4 പിന്നെ 1000 CE ഒക്കെ പറയാറുണ്ട്. 72 അധികാരം 5 വണ്ണമൊക്കെ കൊടുത്തു ചേന്നമംഗലം അതിൽപ്പെടുന്നതാണെന്നൊക്കെ പറയും. അതൊരു ജൂത ചരിത്രത്തിൽ അങ്ങനെയുണ്ട്. കൊച്ചി ഗ്രന്ഥവരിയിൽ ഈ ക്രിസ്ത്യൻ രാജവംശം വില്ലാർ വട്ടത്തിനെ പരാമർശിച്ചിട്ടുണ്ട്. വെറുതെ ഒരു കെട്ടുകഥയല്ല ഇത്. കൊച്ചിയുടെ സാമന്തനായിട്ട് മൂപ്പിൽ തോമ കാരണവർ, മൂപ്പിൽ തോമ എന്നാണ് പറഞ്ഞിരുന്നത്. കുട്ടികളില്ലാതെ മൂപ്പിൽ തോമ 1410 മരിച്ചു പോയതായിട്ടും ചരിത്രത്തിൽ ഒരു ഭാഗത്തുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ ജേക്കബ് മൂപ്പിൽ ഉണ്ടായിരുന്നു, ഒരു സഹോദരൻ. അപ്പോൾ ജേക്കബ് മൂപ്പിലിന് മറിയം എന്ന് പറഞ്ഞൊരു മകളുടെ പേര് കൃപാവതി എന്ന ഒരു ഹിന്ദു പേരും കൂടി ഗ്രന്ഥവരിയിൽ പറയുന്നുണ്ട്. അത് പറയാനുള്ള കാരണം ചിലപ്പോൾ പിന്നീട് അങ്ങനെ മാറ്റിയിട്ടുണ്ടാവാം. ഒരിക്കൽ ഈ മറിയം ചേന്നമംഗലത്ത് പാലിയത്തേക്ക് പോയപ്പോൾ ആ ഭാഗത്ത് കരൂർ ശാഖയിലെ ഒരു രാമവർമ്മയെ കണ്ടു. ഇവർ തമ്മിൽ ഇഷ്ടത്തിലായി. സംബന്ധം പുടവ കൊടുക്കൽ ഇതൊക്കെ നടന്നു. അങ്ങനെ അത് ജേക്കബിന് ഇഷ്ടപ്പെട്ടില്ല. ഈ മറിയത്തിൻ്റെ അപ്പൻ രാമവർമ്മയെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മകളുടെ ആഗ്രഹമാണല്ലോ. ഈ രാമവർമ്മയെ സ്നാനം ചെയ്തിട്ട് ഇട്ടിമാണി എന്ന് പേരിട്ടു, ഇമ്മാനുവൽ എന്നുള്ളതിൻ്റെ. ഇത് കൊച്ചി രാജാവിന് വലിയ ഷോക്കായിരുന്നു. ഇങ്ങനെ ഒരു രാമവർമ്മയെ പിടിച്ചിട്ട് മതം മാറ്റുന്നത് അത് വലിയ ഷോക്കായിരുന്നു. അപ്പോൾ ഇട്ടിമാണിയെ മട്ടാഞ്ചേരിയിലാണെന്ന് കൊട്ടാരം, തൃപ്പൂണിത്തുറയിൽ കൊട്ടാരം വരുന്നതൊക്കെ അവസാനമാണ്. മട്ടാഞ്ചേരിയിലാണ് കൊട്ടാരം. പിന്നെ ഡച്ചുകാരെ പേടിച്ചിട്ട് ശക്തൻ തമ്പുരാൻ തൃശ്ശൂർക്കും പോയല്ലോ, കുറച്ചു കാലം തൃശ്ശൂരിലും ഉണ്ടായിരുന്നു. അതാണ് ഈ മട്ടാഞ്ചേരി പാലസ്, അവിടെ നിന്ന് ഭരിച്ചിരുന്നതുകൊണ്ടാണ്. അപ്പോൾ മട്ടാഞ്ചേരിയിൽ തടവിലാക്കി ഇട്ടിമാണിയെ, പഴയ രാമവർമ്മയെ. അപ്പോൾ തടവിൽ രാമവർമ്മ മരിച്ചു എന്ന് പറയുന്നുണ്ട്, അല്ല ഉത്തരേന്ത്യയിലേക്ക് രക്ഷപ്പെട്ടതാണ് എന്ന് 2 വേർഷൻ ഉണ്ട്. മറിയം പിന്നെ വിവാഹം ചെയ്തില്ല. ജേക്കബ് 1460 മരിച്ചുപോയി. പിന്നെ പുരുഷ പിൻഗാമിയില്ല, മറിയം മാത്രം ഉണ്ട്. അപ്പോൾ മറിയത്തിൻ്റെ അവസ്ഥ, ഈ പാലിയത്തച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമ്പരാഗതമായിട്ട് പാലിയത്തച്ഛൻ കൊച്ചിയുടെ പ്രധാനമന്ത്രിയായിരിക്കും. അതാണ് ആ സ്ഥാനം. കൊച്ചി രാജാവിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു ഈ മറിയത്തിൻ്റെ അവസ്ഥ, ഇങ്ങനെ ഏകാകിനിയായി പോയത്. രാമവർമ്മ ഇട്ടിമാണിയെ കാണാതായിപ്പോയി, ഇവരൊറ്റയ്ക്കാണ്, ഇവരുടെ കാര്യം നമ്മൾ പരിഹരിക്കേണ്ടതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കൃപാവതിയെ
കൊച്ചിയിലേക്ക് വിളിപ്പിച്ചു. മറിയം പിന്നെ കൃപാവതി ആണല്ലോ. വിളിപ്പിച്ചു. പാലിയത്തേക്ക് ഒരു വിവാഹ ബന്ധത്തിൽ എടുക്കാമോ എന്ന് ചോദിച്ചു. പാലിയംകാർ സമ്മതിക്കുന്നു ഈ മറിയത്തിനെ സ്വീകരിക്കാനായിട്ട്. അങ്ങനെ സ്വീകരിക്കുമ്പോഴാണ് പാലിയത്തിന് വലിയ അധികാരം കൊച്ചിയിലുണ്ടാകുന്നത് എന്ന് പറയുന്നുണ്ട്. 1632 മുതൽ 1809 വരെ അവിടെ നിന്നുള്ള ആളുകളാണ് ഇവിടെ കൊച്ചി ഭരിച്ചുകൊണ്ടിരുന്നതൊക്കെ. 1622 വൈപ്പിൻ ദ്വീപ് പാലിയത്തിന് മൊത്തത്തിൽ കൊടുക്കുന്നുണ്ട്. ദ്വീപ് മൊത്തം 12,000 കുടിയാന്മാരാണ് പാലിയത്തിൻ്റെ പാടങ്ങൾ ഉഴുതിരുന്നത് എന്നാണ് പറയുന്നത്. 41 ക്ഷേത്രങ്ങൾ പാലിയത്തിനുണ്ടായിരുന്നു. വില്ലാർവട്ടവും കൊച്ചിയും തമ്മിൽ അത്യാവശ്യം ചണ്ടയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ശക്തി ഉണ്ടായിരുന്നില്ല വില്ലാർവട്ടത്തിന്. സാമന്തന്മാർ മാത്രമാണല്ലോ. സർദാർ പണിക്കർ മലബാർ ആൻഡ് പോർച്ചുഗീസ് എന്ന പുസ്തകത്തിൽ വില്ലാർവട്ടം ശാഖയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ 1450 ജനുവരി 2 തോമസ് രാജാവ് മരിച്ചു എന്നാണ് സർദാർ പണിക്കർ പറയുന്നത്. അപ്പോൾ ചേന്ദമംഗലം എന്നുള്ളത് ആ പുഴ വില്ല് പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് മറ്റേ വില്ലാർവട്ടം ആ ഭാഗത്തുണ്ടായിരുന്നപ്പോൾ വില്ലാർവട്ടത്തിന് പേര് വന്നത്. പുഴ വില്ല് പോലെ വരുന്ന ആ പ്രദേശത്തിരിക്കുന്നത് കൊണ്ട് ആണ് എന്ന് രേഖയിലൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ സ്ഥലമായിരുന്നുകൊണ്ട് 8ാമത്തെ നൂറ്റാണ്ടിൽ മാർ പ്രോത്ത് തുടങ്ങിയ സിറിയൻ വൈദികർ ഉദയംപേരൂരിൽ വില്ലാർവട്ടത്തെ കുടുംബ സഹായം വഴി പള്ളി പണിതതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നത്തെ വില്ലാർവട്ടം രാജകുടുംബം സഹായിച്ചിട്ടാണ് ഇപ്പോൾ ഉദയംപേരൂരിലുള്ള പള്ളിയിലെ സിനറ്റ് ചർച്ച് എന്ന് പറയുന്നത് സുനഹദോസ് നടന്നത്. അപ്പോൾ ചേരന്മാരുടെ പ്രഭുവും ഒക്കെ ആ കാലത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. വലിയയിടത്ത് എന്ന് പറഞ്ഞ മനയാണ് ഒറിജിനൽ എന്ന് പറയുന്നുണ്ട്. ഈ ഉദയംപേരൂര് വില്ലാർവട്ടത്തിൻ്റെ ചേന്ദമംഗലത്ത് നിന്ന് വന്നു കഴിയുമ്പോൾ അതായിരുന്നു ഒറിജിനൽ എന്ന് പറയുന്നുണ്ട്. വലിയയിടത്ത് മന എന്ന് പറഞ്ഞിരുന്ന ഉദയംപേരൂരുണ്ട്. അവിടെ നിന്നുള്ള ഉണ്ട്. അവിടെ നിന്നുള്ള ഒരു പെൺകുട്ടി പൂർണ്ണത്രേശൻ്റെ വിഗ്രഹത്തിൽ ലയിച്ചു ചേർന്നു. അങ്ങനെ ക്ഷേത്രത്തിൽ കഥയുണ്ട്. 11ാം നൂറ്റാണ്ടിൽ ചോളചേര യുദ്ധം നടക്കുന്നു. ചോള വംശം ജയിച്ചു. അങ്ങനെ 587 പ്രാദേശിക രാജ്യങ്ങളുണ്ടാവുന്നു കേരളത്തിൽ. അതുകൊണ്ടാണ് ഉണ്ടാവുന്നത്. അതിൻ്റെ കീഴിൽ പാലിയത്തച്ഛൻ ഭൂപ്രഭു ആയി. KP പത്മനാഭമേനോൻ്റെ തിരുവിതാംകൂർ ചരിത്രത്തിൽ ക്രിസ്ത്യാനികൾ ഒരു രാജാവിനെ ഈ പ്രദേശത്ത് വാഴിക്കണം. കൊച്ചിയിലെ ക്രിസ്ത്യാനികളും കൊല്ലത്തെ ക്രിസ്ത്യാനികളും കൂടി തീരുമാനിച്ചു. അങ്ങനെയാണ് ഉദയംപേരൂരിൽ സ്വാധീനം ഉണ്ടായിരുന്ന തോമസ് രാജാവിനെ വില്ലാർവട്ടത്തെ കാരണവരെ രാജാവാക്കുന്നതെന്ന് പത്മനാഭമേനോൻ എഴുതിയിട്ടുണ്ട്. വില്ലാർവട്ടത്തിന് ഇംഗ്ലീഷ് രേഖകളിലൊക്കെ ബലിയാർത്തെ എന്നാണ് കാണുന്നത്. വോയേജസ് ടു ദി ഈസ്റ്റ് ഇൻഡീസിൽ ബർത്തലോമിയോയും ഈ ബലിയാർത്തെ ഈ വില്ലാർവട്ടത്തിനെ പറ്റി പറയുന്നുണ്ട്. കോഴിക്കോട് ഗ്രന്ഥവരിയിൽ പറയുന്നുണ്ട്. 1558 ക്രിസ്ത്യൻ രാജാവിൻ്റെ അഭിഷേകം നടന്നതായിട്ട് പറയുന്നുണ്ട്. പാലിയത്ത് നിന്നുള്ള രാധാദേവി MGSൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അവർ റിസർച്ച് ചെയ്തിട്ട് വില്ലാർവട്ടം വംശത്തിനെ പറ്റി അവരുടെ ഗവേഷണത്തിലും പറഞ്ഞിട്ടുണ്ട്. ഉദയംപേരൂര് പള്ളിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1500 തോമ രാജാവ് മരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മാർപ്പാപ്പ ഇവിടെ ഒരു രാജാവ് ക്രിസ്ത്യാനി രാജാവ് ഉണ്ടെന്നും ഇന്ത്യ മുഴുവൻ ഈ ക്രിസ്ത്യാനി രാജാവിൻ്റെ കീഴിലാണെന്നും മാർപ്പാപ്പയോട് ആരോ പറഞ്ഞു. മാർപ്പാപ്പ പോപ്പ് ജോൺ 22 അങ്ങനൊരു കത്തെഴുതി ഈ രാജാവിനെ കണ്ടിട്ടില്ല, വിലാസമൊന്നും അറിയില്ല. പക്ഷേ ഇങ്ങോട്ട് ജോർദാൻസ് കത്താനി എന്ന് പറഞ്ഞിട്ടൊരു ഇന്ത്യയിലേക്ക് മെത്രാപ്പോളിതയായിട്ട് ഒരാളെ വിടുന്ന ആൾക്കൊരു കത്ത് കൊടുത്തേക്കുക, രാജാവിനെ കാണുമ്പോൾ കൊടുത്തേക്കാൻ, ഇന്ത്യയിലെ തോമസ് രാജാവിന് കൊടുത്തേക്കാനായിട്ട്. പക്ഷെ ആ സമയത്ത് ആ മെത്രാപ്പോളിത്തയായിട്ട് നിയമിച്ചെങ്കിലും അയാളുടെ യാത്ര നടന്നില്ല. അന്ന് പല ആഗോള പ്രശ്നങ്ങൾ കാരണം നടന്നില്ല.
യൂജിൻ 14 1439 വില്ലാർവട്ടത്തെ ഈ തോമസ് രാജാവിനെ ഇന്ത്യൻ ചക്രവർത്തിയായിട്ട് അവിടെ പ്രഖ്യാപിച്ചു. അവിടെ ഒരു ഉത്തരവൊക്കെ ഇറക്കി. അപ്പോൾ പക്ഷെ അങ്ങനെ അവിടെ ഒരു ഉത്തരവിറക്കിയെങ്കിലും അന്ന് ഡിജിറ്റൽ യുഗമൊന്നുമല്ലോ. കേരളത്തിൽ ആരും അങ്ങനെ സംഭവം അറിഞ്ഞില്ല, അങ്ങനെ ഒരു സംഭവം. അപ്പോൾ 1502 വാസ്കോഡ ഗാമ വന്നപ്പോൾ ഉദയംപേരൂരിൽ നിന്നൊക്കെ ഉള്ളവരും എല്ലാവരുടെയും ഒരു ക്രിസ്ത്യൻ പ്രതിനിധി സംഘം മലയാളികളുടെ പോയി വാസ്കോഡ ഗാമയെ കണ്ടു 1502 കൊച്ചിയിൽ വന്നപ്പോൾ. അപ്പോൾ വില്ലാർവട്ടത്തിൻ്റെ രാജാവിൻ്റേതാണെന്ന് പറഞ്ഞിട്ട് ഒരു ചെങ്കോൽ വാസ്കോഡ ഗാമയ്ക്ക് ഈ ക്രിസ്ത്യൻ സംഘം കൈമാറിയെന്നും രേഖയിലുണ്ട്. ഇത് യഥാർത്ഥ ചെങ്കോലാണോ അല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. ഏതായാലും പുതിയ ഒരാണ് കൊച്ചിയിലൊരു തോമാ രാജാവ് ഉണ്ടാവുകയും അയാൾ ഇന്ത്യൻ ചക്രവർത്തിയാണെന്ന് മാർപ്പാപ്പ പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നുള്ളതൊന്നും നമ്മുടെ നാട്ടിൽ ആരും അങ്ങനെ കേട്ടിട്ടില്ല. അപ്പോൾ കൗതുകരമായ ഈ ഒരു കഥയല്ല ചരിത്രമാണ് നമ്മളിന്ന് കഥയമ്മയിൽ പറഞ്ഞത്. അടുത്ത ദിവസം മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.